ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. ഒരുപാട് പേരുകൾ കമൻറ്റിലൂടെയൊക്കെ നെക്സ്റ്റ് വീഡിയോയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. നമുക്കറിയാം ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡ് ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ മുതൽ ഉച്ച വരെ ശനിയാഴ്ചത്തെയും ഉച്ച മുതൽ ഏതാണ്ട് രാത്രി വരെ ഞായറാഴ്ചത്തെയും എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ നമുക്ക് പല ആളുകളുടെയും വിവരങ്ങൾ, എവിക്റ്റ് ആവുന്ന വിവരങ്ങളൊക്കെ നമുക്ക് ലീക്കായി കിട്ടാറുണ്ട്. ഇത്തവണയും ഇത്തവണ ശരിക്കും ഞെട്ടിച്ചു. കാരണം അൻസിബയുടെ എവിക്ഷന് ശേഷം എല്ലാവരും ഞെട്ടാൻ പോകുന്നൊരു എവിക്ഷൻ ഇന്നാണ് നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാം പ്രഡിക്റ്റബിൾ ആണ് നോറ ഈ ആഴ്ച പോകുമെന്ന കാര്യം. അത് ഞാൻ കൺഫേം ചെയ്യുന്നു. നോറ ഈ ആഴ്ച എവിക്റ്റാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്. അത് ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അതിനു മുമ്പ് ഞാൻ വോട്ടിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് വന്നാൽ ഒന്നാമത് ജിൻഡോ ആണ്, രണ്ടാമത് ജാസ്മിനാണ്, മൂന്നാമത് അർജുനാണ്. ഈ മൂന്ന് പേരും തമ്മിൽ വലിയ വോട്ടിംഗ് ഡിഫറൻസ് ഒന്നുമില്ലായിരുന്നു. ഒരു തവണ വോട്ടിംഗ് തുടങ്ങി മൂന്നാമത്തെ ദിവസം അർജുൻ ഒന്നാമത് വരുന്നുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജാസ്മിൻ ഒന്നാമത് വന്നു. എന്നാൽ ഇവരെയൊക്കെ മലർത്തി അടിച്ചുകൊണ്ട് ജിൻഡോ വീണ്ടും ഒന്നാമതെത്തി. അങ്ങനെ നിസ്സാര വോട്ടുകളുടെ വ്യത്യാസത്തിൽ അർജുൻ, ജാസ്മിൻ, ജിൻഡോ തമ്മിൽ ഭയങ്കര മത്സരമാണ് നടന്നത്. അതായത് താഴോട്ട് വന്നാൽ സിജോ, ശ്രീതു, ഋഷി ഇവർ മൂന്നും തമ്മിലും ഈ തരത്തിലുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിശക്തമായ മത്സരം നടന്നു. എന്നാൽ ഫിനിഷ് ചെയ്ത ഇന്നലെ രാത്രിയോടെ കൂടി നമുക്ക് കിട്ടിയൊരു വിവരം, നാലാമതായിട്ട് ശ്രീതു, അഞ്ചാമതായിട്ട് ശ്രീജോ, ആറാമതായിട്ട് ഋഷി, ഏഴാമതായിട്ട് നോറ, അങ്ങനെയായിരുന്നു കിട്ടിയത്. എന്നാൽ അവസാന മണിക്കൂറുകളിൽ വിധി മാറി മറിഞ്ഞു. അത് നമുക്ക് വോട്ടിംഗ് പൊസിഷൻ കറക്റ്റ് ലഭ്യമല്ലെങ്കിൽ പോലും നമുക്ക് അവസാനം കിട്ടിയ വോട്ടിംഗ് പൊസിഷനിൽ ഋഷിയും നോറയുമായിരുന്നു അവസാനത്തേക്ക് വന്നിരുന്നത്. എന്നാൽ അവിടെയും ഋഷി സേഫ് ആയിരിക്കുകയാണ്. ഋഷി ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് പോയി സിജോ എവിക്റ്റ് ആകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നോറ എവിക്റ്റ് ആയി കഴിഞ്ഞ് രണ്ടാമത് സിജോ ആണ് എവിക്റ്റ് ആവാൻ പോകുന്നത്. അങ്ങനെ നോറോയും സിജോയും ഈ ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. സിജോയെ സംബന്ധിച്ച് നമുക്കറിയാം, ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഫിസിക്കൽ അറ്റാക്ക് നേരിട്ട ഒരു മത്സരാർത്ഥിയാണ്. ഇതുവരെ അങ്ങനെ ഒരു അടി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഭയങ്കരമായ അടി, അദ്ദേഹത്തിന്റെ പല്ലുകൾക്കും എല്ലുകൾക്കും ഒക്കെ തകർച്ച ഉണ്ടാവുകയും അവിടെ പ്ലേറ്റ് ഇട്ടു. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അവിടെ ആ പ്ലേറ്റുമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ മർദ്ദിച്ചാൽ പുറത്താണെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റമാണ്. കാരണം കൊലപാതക ശ്രമത്തിന് തന്നെയായിരിക്കും റോക്കിക്കെതിരെ കേസ് എടുക്കാൻ പോലും ഉള്ളത്. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് സിജോയെ റോക്കി ഉപദ്രവിച്ചത്. അതിനുശേഷം റോക്കി ഇവിടെ വന്ന് പ്രഹസനങ്ങളാണ് കാണിക്കുന്നത്. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ ഇടി ഒരു മരണ തുല്യമായ വേദന തന്നെയാണ് സിജോയ്ക്ക് സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ പല്ലുകൾ നീക്കം ചെയ്യുന്നു, അവിടെ പ്ലേറ്റ് ഇടുന്നു, എല്ലുകൾ അവിടെ പ്ലേറ്റ് ഇടുന്നു, കമ്പി ഇടുന്നു. അങ്ങനെ നമുക്കറിയാം കാലിനൊക്കെ ആക്സിഡന്റ് പറ്റി, കൈക്ക് ആക്സിഡന്റ് പറ്റി കമ്പി ഇടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ ഫേസിൽ ഏറ്റവും സിജോയെ സംബന്ധിച്ച്, സിജോ ഒരു യൂട്യൂബറാണ്, അദ്ദേഹം ഒരുപാട് കണ്ടന്റുകൾ ചെയ്ത് അദ്ദേഹം വിവാഹത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു പരിക്ക്, മാരകമായ ഒരു പരിക്കെത്തി. അതിൽ നിന്ന് അദ്ദേഹം റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നു. ആ പരിക്ക് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അവിടെ പഴുപ്പ് വരുന്നുണ്ട്. അദ്ദേഹം അതിന് മരുന്ന് കഴിക്കുന്നു, ആന്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം മത്സരത്തിൽ തുടരുന്നു. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഒരുപാട് നടന്നു. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഹേറ്റ് ക്യാമ്പയിൻ നടക്കുകയും മറ്റു മത്സരാർത്ഥികൾക്ക് ചില ടോപ്പ് 5 എത്താൻ യോഗ്യത അല്ലാത്ത ആളുകൾ പോലും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വോട്ട് കുറയുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം എവിക്റ്റായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു എവിക്ഷനായിട്ട് സിജോയുടെ എവിക്ഷനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സായി പുറത്തായി, സിജോ പുറത്തായി, നന്ദനയും പുറത്തായി, ഇപ്പോൾ സിജോയും പുറത്താവുന്നുണ്ടായി, ഗ്യാങ്ങിനെ എല്ലാവരും പുറത്താവുന്നു. ഇനി ഇവ എങ്ങനെ മാറും എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ജിൻഡോ, ജാസ്മിൻ, അർജുൻ തമ്മിൽ ആദ്യം 3 സ്ഥാനത്തിന് വേണ്ടി മത്സരം നടക്കും. ശ്രീതു, ഋഷിയും തമ്മിലായിരിക്കും, അഭിഷേകും തമ്മിലായിരിക്കും അവസാനം 3 സ്ഥാനത്തിൽ. ഇനിയിപ്പോൾ ടോപ്പ് 6 ആണെങ്കിൽ എല്ലാവരും ഉണ്ടാവും. ടോപ്പ് 5 ആണെങ്കിൽ ഒരുപക്ഷെ ഋഷി, ശ്രീതു എവിക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അഭിഷേകും എവിക്റ്റ് ആയേക്കാം. കാരണം സിജോയുടെയും അതുപോലെ തന്നെ സായിയുടെയും നന്ദനെ സപ്പോർട്ട് ചെയ്തവരും അല്ലെങ്കിൽ നോറെ സപ്പോർട്ട് ചെയ്തവരും ഒക്കെ ബൾക്കായിട്ട് ആർക്കാണ് വോട്ട് വേണ്ടത്. ചിലപ്പോൾ ഋഷിക്കോ ശ്രീധുവിനെ പോയ അഭിഷേകും അടുത്ത തവണ ടോപ്പ് 5 എത്താതെ എവിക്റ്റ് ആയേക്കാവുന്ന ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും
സിജോയും അതുപോലെ തന്നെ നോറയും എവിക്റ്റ് ആയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത ആഴ്ച എന്തായാലും ഒരു മിഡ് വീക്ക് എവിക്ഷൻ കൂടി ഉണ്ടാവും. അതിൽ സേതുവിനും ഋഷിക്കുമൊക്കെ ഒരുപക്ഷെ അഭിഷേകിന് വരെ സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.